പക്ഷേ ആ ദൃശ്യങ്ങൾ കണ്ടില്ലേ, ആ ചിത്രം എന്ന് പറയുന്നത് പി.വി. അൻവർ MLA സ്ഥാനം സ്പീക്കർക്ക് രാജിവെച്ചുകൊണ്ട് നൽകുന്ന കത്താണ്. ആ രാജിക്കത്തിന്റെ ഫോട്ടോയാണ് വന്നിട്ടുള്ളത്. CK നേരത്തെ പറഞ്ഞ പോലെ ഒരു കസേര ഇട്ട് തുടങ്ങിയ വാർത്താ സമ്മേളനം അവസാനിക്കുന്നത് രാജിയിലാണ്. കസേര പോയതിലൂടെയാണ്. നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ഇരിപ്പിടം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അൻവർ ഇനിയും സ്വതന്ത്രനായി തന്നെ, അല്ലെങ്കിൽ ഒരു ഇടത് വലത് മുന്നണികളുടെ ഭാഗമല്ലാതെ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം അൻവറിനെ വീണ്ടും തിരിച്ച് കോൺഗ്രസിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ UDF വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ല. ഇന്ന് UDF കൺവീനർ MM ഹസന്റെ വാർത്താ സമ്മേളനം മറ്റൊരു വിഷയത്തിൽ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാൻ വേണ്ടി സാധിക്കും. നേരത്തെ ദിവിഷ് പറഞ്ഞില്ലേ, ഇവര് പ്രതിപക്ഷ നേതാവായാലും കെ സുധാകരനായാലും എല്ലാം PV അൻവറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇടപെട്ടെങ്കിൽ അത് ഒരിക്കലും PV അൻവറിനെ UDF വിളിക്കാനാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതൊരു ശത്രുവിന്റെ ശത്രു മിത്രം എന്നതുപോലുള്ള ഒരു ഇടപെടലായിട്ട് പ്രതീക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ പറഞ്ഞാൽ ഈ ഇത്രയും നാള് പലയിടത്തും സാധ്യതകൾ തെരഞ്ഞ് സമാജ്വാദി പാർട്ടി അടക്കം ശ്രമിച്ചു, DMK ശ്രമിച്ചു, UDF അല്ലാതെ ഒരു എൻട്രി കിട്ടുമോ എന്ന് ശ്രമിച്ചു. അതിനിടയിലാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഏതാണ് നല്ല ഇടം, അല്ലെങ്കിൽ ഏതെടുത്തു നിന്നാണ് നല്ല ഓഫർ വരുന്നത് അങ്ങോട്ടേക്ക് പോകാമെന്ന് ഈ ജോലിക്കാര്യത്തിലൊക്കെ തീരുമാനിക്കുന്നത് പോലെയുള്ളൊരു തെരഞ്ഞെടുപ്പായി പോയോ ഈ തൃണമൂൽ കോൺഗ്രസിലേക്ക് എന്ന വിമർശനം സ്വാഭാവികമായി ഉയരും. അതിനിടയിലാണ് ഇനി തെരഞ്ഞെടുപ്പ് വന്നാൽ ജനങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുമെന്ന് അറിയാം. സമയത്തിനകം വാർത്താ സമ്മേളനം വിളിക്കും.